സോ ഗൈസ്, ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി പേളിമാനിനെ ഞാൻ അൺഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. അന്നത്തെ നമ്മൾ മറ്റേ പ്രശ്നം ഓർമ്മയുണ്ടല്ലോ. പക്ഷേ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ കണ്ടു, പേളിമാനിയും നയൻതാര മാമുള്ള ഇൻ്റർവ്യൂ. അതിൽ പറയുന്ന കമൻ്റാണ് ഒരു ആന പിണ്ടടുന്ന കണ്ടിട്ട് ആട് മുക്കരുത് എന്നല്ലേ. അതൊക്കെ നയൻതാര മാമിൻ്റെ മുന്നേ പറയുന്നേ. അതൊക്കെ പേളിമാനിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ തമിഴ് വേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ ചിരിച്ചു ചാവും നമ്മൾ. ആ തമിഴ് ആക്ടറിന് തമിഴ് വേഷം പറഞ്ഞു കൊടുക്കുന്ന രൂപമാണത്. അത് കണ്ട് ചിരിച്ചിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വരുന്ന സീനുണ്ട്. പൊതുവേ നയൻതാരനെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നയൻതാര മാം ആക്ച്വലി ഓവറായിട്ട് നമ്മളെ പോലെ ബളബളബളാന്ന് ചിരിക്കുന്ന ഒരു സംഭവം പേഴ്സണൽ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിൽ അത്രയും ചിരിച്ചിട്ട് നമ്മൾ ആരും നയൻതാര മാമിനെ കണ്ടിട്ടില്ല. അത് പേളിമാനിന്റെ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് കാണാൻ പറ്റി. അതേപോലെ മലയാളം, നയൻതാര മാമിന്റെ മലയാളം കേട്ടോ നിങ്ങൾ മലയാളം കേൾക്കുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് വരും. അത് കേൾക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല അക്ഷരസ്ഫുടതയിലൂടെയാണ് മലയാളം പറയുന്നത്. കോസ്റ്റ്യൂം നയൻതാര മാമിൻ്റെ ഏതൊരു മൂവിൻ്റെ പറഞ്ഞിട്ട് ആ സ്റ്റൈലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കോസ്റ്റ്യൂം അടിപൊളിയാണ്. പേളിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പേളിമാനിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളി സാധനമാണ്. ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളി. അതിൽ ആ ചോക്കർ പോലെ സെറ്റ് ചെയ്ത സംഭവമൊക്കെ പൊളി സംഭവം. റെഡ് സാരി, ഒരു അടിപൊളി ലുക്ക്. കാരണം ആരപ്പാതിരിക്കുന്ന അതും കൂടി നമുക്ക് ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുപാട് കാലത്തിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നയൻതാര മാമിൻ്റെ കാണുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.